നരേന്ദ്ര. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് വിട നൽകി മലയാളം. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകുന്നേരം. MTയുടെ വിയോഗത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മന്ത്രിസഭായോഗവും മറ്റ് സർക്കാർ പരിപാടികളും മാറ്റിവച്ചു. വരും തലമുറകളുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. ഇന്ത്യയിലെ യുവാക്കൾ ലോകത്തിന് തന്നെ പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീർ ബാൽ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് ഒഡീഷ പശ്ചിമ ബംഗാളിനെയും ഡൽഹി മണിപ്പൂരിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് മലയാളത്തിന്റെ ശ്രദ്ധാഞ്ജലി. കേരളത്തിന്റെ സ്വന്തം MTക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ V അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, PK മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, സ്പീക്കർ AN ഷംസീർ, അബ്ദുസമദ് സമദാനി MP, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, എഴുത്തുകാരായ M മുകുന്ദൻ, സാറ ജോസഫ്, PK പാറക്കടവ്, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, വിനീത്, സുരാജ് വെഞ്ഞാറമൂട്, കുട്ടിയടത്തി വിലാസിനി, സംവിധായകരായ ഹരിഹരൻ, TK രാജീവ് കുമാർ, ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം 4 വരെ അന്തിമോപചാരം അർപ്പിക്കാം. ഭൌതികദേഹം വൈകുന്നേരം 5-ന് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. തന്റെ രചനകളിലൂടെ ഗ്രാമീണ ഇന്ത്യയെ വരച്ചുകാട്ടിയിരുന്ന MT വാസുദേവൻ നായരുടെ വിയോഗത്തോടെ സാഹിത്യലോകം ദരിദ്രമായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. മാനുഷിക വികാരങ്ങളുടെ ആഴത്തിലുള്ള അവലോകനമായിരുന്നു MTയുടെ കൃതികൾ എന്നും അത് തലമുറകളെ രൂപപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാഹിത്യത്തെയും സിനിമയെയും സാംസ്കാരിക ആവിഷ്കാരത്തിന്റെ ശക്തമായ മാധ്യമങ്ങളാക്കി മാറ്റിയ പ്രതിഭയാണ് MT എന്ന് പ്രിയങ്ക ഗാന്ധി MP അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്തിന് എഴുത്തുകാരനായി എന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം, ആദ്യം മുതൽക്കേ ഞാൻ മറ്റൊന്നുമായിരുന്നില്ല എന്ന് MT എഴുതിയിട്ടുണ്ട്. MT തുടക്കം മുതലേ എഴുത്തുകാരനായിരുന്നു. ഭാഷയുള്ളിടത്തോളം മരിക്കാത്ത എഴുത്തുകാരൻ. കാലം, മഞ്ഞ്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാമൂഴം, വാരാണസി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, വാരിക്കുഴി, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, രക്തം പുരണ്ട മൺതരികൾ, നിന്റെ ഓർമ്മയ്ക്ക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റേന്ന്, ശിലാലിഖിതം തുടങ്ങി MTയുടെ തൂലികയിൽ പിറന്ന കൃതികൾ മലയാളികൾ എന്നും നെഞ്ചേറ്റുന്നവയാണ്. 7 പതിറ്റാണ്ടുകാലം മലയാളത്തിന്റെ അക്ഷര നക്ഷത്രമായിരുന്ന MT നൽകിയ വെളിച്ചം ഓരോ വായനക്കാരന്റെയും മനസ്സിൽ കെടാതെ നിലകൊള്ളും. അക്ഷരലോകത്തിന് MT നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. നോവൽ, ചെറുകഥ തുടങ്ങി എഴുത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ്. ഒരു റിപ്പോർട്ട്. 1933 ജൂലൈ 15-ന് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് കൂടല്ലൂരിൽ ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT 1954-ൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥയെഴുതിയാണ് MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചത്. 1973-ൽ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. വളർത്തുമൃഗങ്ങൾ സിനിമയാക്കിയപ്പോൾ ഗാനരചന നടത്തിയും MT തന്റെ കഴിവ് തെളിയിച്ചു. സദയം, സുഹൃതം, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചലച്ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. 1995-ൽ ജ്ഞാനപീഠ പുരസ്കാരവും 2005-ൽ പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേരള ജ്യോതി പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം ഉൾപ്പെടെ അദ്ദേഹം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. MTയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആദരസൂചകമായി സംസ്ഥാന സർക്കാർ ഇന്നും നാളെയും ഔദ്യോഗികമായി ദുഃഖം ആചരിക്കുന്നുണ്ട്. ഇന്ന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവച്ചു. ഇന്നും നാളെയും നടത്താനിരുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകളും മാറ്റിവച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് MT വിടവാങ്ങിയത്.
MT എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ കയ്യിലൊതുക്കിയ അതുല്യ പ്രതിഭയായിരുന്നു MT വാസുദേവൻ നായർ. നിളയുടെ കഥ പറഞ്ഞ എഴുത്താചാര്യന് വിട നൽകുമ്പോൾ നഷ്ടമാകുന്നത് സാഹിത്യത്തിന് ദിശാബോധം നൽകിയ, ഒരു തലമുറയ്ക്ക് അക്ഷര വെളിച്ചം നൽകിയ യുഗപുരുഷനെയാണ്. ഓരോ രചനയും സമ്പന്നമാക്കാൻ MT നടത്തിയ പരിശ്രമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ എഴുത്തിന്റെ പെരുന്തച്ഛൻ എന്ന പേരിന് അർഹനാക്കിയത്. പെരുന്തച്ഛൻ നമ്മുടെ ലെജൻഡ് തന്നെ, ഐതിഹ്യമാലയിലൊക്കെ പറയുന്ന പെരുന്തച്ഛനാണ്. പക്ഷെ അതിലും വിട്ടുപോയ ചില കണ്ണികളുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അതിന് അന്നത്തെ സാമൂഹ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ വാസ്തുശില്പം, തച്ചുശാസ്ത്രം, അതിൻ്റെതായ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആ ഒരു തയ്യാറോട് കൂടിയിട്ട് എഴുതിയത്. കഥയിൽ ഇങ്ങനെയുള്ളത് അതിന് ഞാൻ തന്നെ അതിന്റെ ന്യായം പറഞ്ഞിട്ടുണ്ട്. വെറും ഒരു തൊഴിൽ അസൂയ കൊണ്ട് മാത്രമാവില്ല, അതിലപ്പുറത്തുള്ള എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടായിരിക്കണം. അത് അങ്ങനെയാണ്. MTയുടെ വിയോഗം മലയാള സാഹിത്യത്തിൽ എളുപ്പത്തിൽ നികത്താനാവില്ലെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ കണ്ണൂരിൽ അനുസ്മരിച്ചു. MTയുമായി 1950 മുതലുള്ള പരിചയമാണെന്നും MTയുടെ ലോകം വിശാലമാണെന്നും ശ്രീ T. പത്മനാഭൻ അനുസ്മരിച്ചു. മലയാള സാഹിത്യത്തിൽ എന്നും ഒരു നക്ഷത്രമായി MT വാസുദേവൻ നായർ തിളങ്ങി നിൽക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവേണൻസ് ഡയറക്ടറും പ്രശസ്ത എഴുത്തുകാരനുമായ K. ജയകുമാർ മലയാള സർവകലാശാലയ്ക്ക് രൂപം നൽകിയതിൽ MTയുടെ പങ്ക് വളരെ വലുതായിരുന്നുവെന്ന് MTയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്നലെ അന്തരിച്ച MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാളത്തിലെ മഹാ സാഹിത്യകാരൻ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ്. എനിക്ക് ഒരു ശക്തി സ്രോതസ്സായിട്ട് എന്നും MT അവിടെ ഉണ്ടായിരുന്നു. മലയാള സർവകലാശാല സ്ഥാപിക്കാനായി ഞാൻ നിയുക്തനായ സമയത്ത് മലയാള സർവകലാശാലയുടെ ഏതൊരു ആവശ്യത്തിനും MT പൂർണ്ണ മനസ്സോടുകൂടി നൽകിയ സംഭാവനകൾ, ആ സർവകലാശാലയെപ്പറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വപ്നങ്ങൾ ഒക്കെ തന്നെ ഞങ്ങൾക്ക് വളരെ വലിയ പ്രചോദനമായി തീർന്നിട്ടുണ്ട്. MT അദ്ദേഹത്തിന് എന്റെ ഹൃദയ പ്രണാമം. മലയാള സാഹിത്യകാരന്മാർക്ക് MT വാസുദേവൻ നായർ ഗുരുതുല്യനായിരുന്നുവെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ. ഗദ്യം എങ്ങനെ കാവ്യാത്മകമാക്കാമെന്ന് MT തന്റെ കൃതികളിലൂടെ മനസ്സിലാക്കി തന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യലോകത്തിൽ MTയുടെ അഭാവം കാലത്തിന് മാറ്റാനാകില്ലെന്നും ഓണക്കൂർ അഭിപ്രായപ്പെട്ടു. സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു MT എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം, എങ്ങനെ പറയണം എന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞ മനുഷ്യനാണ് MT എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. ഇന്നത്തെ പുരസ്കാര ജേതാക്കൾ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികാഘോഷം നടക്കുമ്പോൾ ഇന്ത്യയെ നയിക്കുന്ന മികച്ച പൌരന്മാരായിരിക്കുമെന്ന് പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. അവരെ മാതൃകയാക്കണം. വരും തലമുറകളുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കൾ ലോകത്തിനു തന്നെ പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് വികസിത ഭാരതത്തിന്റെ ലക്ഷണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പരിപാടിയിൽ പോഷകാഹാര സേവനങ്ങളുമായി ബന്ധപ്പെട്ട സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സന്നിധാനത്ത് മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മണ്ഡല പൂജ നടന്നു. ഇന്നു രാത്രി 10-ന് നട അടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിൽ വ്രതശുദ്ധിയുടെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ധർമ്മശാസ്താവിന് മണ്ഡലപൂജ നടന്നു. ഇന്നുച്ചയ്ക്ക് 11:57-നും 12:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടന്ന മണ്ഡലപൂജയ്ക്ക് തന്ത്രി കണ്ഠര് രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 1-ഓടെ അടയ്ക്കുന്ന നട വൈകിട്ട് 3-ന് തുറക്കും. 6:30-ന് ദീപാരാധനയും നടക്കും. ഇന്ന് നട തുറന്നതു മുതൽ രാവിലെ 11 വരെയുള്ള കണക്കനുസരിച്ച് 18,909 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്.
78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഒഡീഷ പശ്ചിമ ബംഗാളിനെയും ഡൽഹി മണിപ്പൂരിനെയും നേരിടും. നാളെ മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയും കേരളം ജമ്മു കശ്മീരിനെയും നേരിടും. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ രാജസ്ഥാന്റെ മഹേശ്വരി ചൌഹാനും അനന്ത്ജീത് സിംഗ് നറുക്കയും സ്കീറ്റ് മിക്സർ ടീം കിരീടം നേടി. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് മെൽബണിൽ പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് നേടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് വിട നൽകി മലയാളം. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകുന്നേരം. MTയുടെ വിയോഗത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മന്ത്രിസഭായോഗവും മറ്റ് സർക്കാർ പരിപാടികളും മാറ്റിവച്ചു. വരും തലമുറകളുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. ഇന്ത്യയിലെ യുവാക്കൾ ലോകത്തിന് തന്നെ പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീർ ബാൽ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് ഒഡീഷ പശ്ചിമ ബംഗാളിനെയും ഡൽഹി മണിപ്പൂരിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3 മണിക്ക്.